ഹായ് ഓൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റിസോഴ്സിനെ പറ്റിയിട്ട് ആയിരുന്നു നോക്കിയിരുന്നത്. അതിൽ സ്ട്രിങ് റിസോഴ്സസ് ആയിരുന്നു നമ്മൾ പഠിച്ചത്. ഓക്കെ, അപ്പം നമ്മൾ ചെയ്തിരുന്ന കാര്യങ്ങൾ ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് പറയാം. അപ്പം നമ്മളൊരു ഫസ്റ്റ് ഒരു ആൻഡ്രോയിഡ് പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് എന്ത് ചെയ്യണം, ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ദെൻ എന്താണ്, എന്തെങ്കിലും ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ അത് string.xml ഫയലിൽ ഡിക്ലെയർ ചെയ്യുക. For example, string name is equal to first. This is my first Android project. Then enter string. Then activity main.xml. അതിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മളുടെ ആ സ്ട്രിങ് റിസോഴ്സസിനെ ആക്സസ് ചെയ്യും. ഓക്കെ, അതായത് ആൻഡ്രോയിഡ് കോളൻ ടെക്സ്റ്റ്. ഇപ്പോൾ ടെക്സ്റ്റ് വ്യൂ ആണെങ്കിൽ ടെക്സ്റ്റ് വ്യൂവിൽ ആൻഡ്രോയിഡ് കോളൻ ടെക്സ്റ്റ് ഈസ് ഈക്വൽ ടു ഏതാണോ ആ ഒരു സ്ട്രിങ് റിസോഴ്സിനെ നമ്മൾ ആക്സസ് ചെയ്തു. ഓക്കെ, ദെൻ AVD ലോഞ്ച് ചെയ്തു. ദെൻ പ്രൊജക്റ്റ് റൺ ചെയ്തു. ഓക്കെ, ദെൻ ഇത് നമ്മൾ പറഞ്ഞതാണ്. എന്തൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞത്? ഇപ്പം നമ്മളുടെ റിസോഴ്സസ് ആക്സസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, @ നമ്മൾ യൂസ് ചെയ്തിട്ട് വേണം ആക്സസ് ചെയ്യണമെങ്കിൽ. അതായത് ഇപ്പം ഓൾറെഡി ആൻഡ്രോയിഡിലുള്ള എന്താണ് റിസോഴ്സസ് ആണെങ്കിൽ, അതായത് സ്ട്രിങ് റിസോഴ്സസ് അങ്ങനത്തേതാണെങ്കിൽ നമുക്ക് എന്താണ് ജസ്റ്റ് @ എന്താണോ ആ റിസോഴ്സ് നെയിം, റിസോഴ്സ് നെയിം എന്താണ്, സ്ട്രിങ്. ഓക്കെ, ദെൻ സ്ലാഷ് എന്താണോ ആ സ്ട്രിങ്ങിൻ്റെ നെയിം, ദെൻ ഫസ്റ്റ്, അങ്ങനെ കോൾ ചെയ്താൽ മതി. ബട്ട് വേറെ റിസോഴ്സസ്, അതായത് വ്യൂ റിസോഴ്സ് ഒക്കെ ആണെങ്കിൽ, വ്യൂ റിസോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റ് വ്യൂ, എഡിറ്റ് ടെക്സ്റ്റ് അങ്ങനത്തെ റിസോഴ്സസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ആക്സസ് ചെയ്യുന്ന നമ്മൾ എന്താണ് റിസോഴ്സ് ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് എന്താണ് അതിന് ID ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് എന്ത് യൂസ് ചെയ്യണം, @+ID. ഈ പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ളത് എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സ്ലാഷ് എന്താണോ റിസോഴ്സിൻ്റെ ആ ഒരു നെയിം. ഓക്കെ, ടെക്സ്റ്റ് വ്യൂ 1 ഇത് റിസോഴ്സ്. ഇപ്പോൾ ടെക്സ്റ്റ് വ്യൂവിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ് എന്ന് പറയാം. ഇപ്പോൾ ടെക്സ്റ്റ് വ്യൂ, എഡിറ്റ് ടെക്സ്റ്റ് ഇങ്ങനത്തെ വ്യൂസ് ഒക്കെ എന്താണ്, ക്ലാസ്സുകളാണ്. ഓക്കെ, അപ്പം നമ്മളുടെ ആ ഒരു റിസോഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന എന്താണ് ടെക്സ്റ്റ് വ്യൂ 1 എന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ ആ റിസോഴ്സിൻ്റെ നെയിം, ദെൻ എന്താണ് അതിനെ യൂണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ് ID. ദെൻ ആ റിസോഴ്സ് പറയുന്ന സമയത്ത് നമ്മൾ എന്ത് യൂസ് ചെയ്യണം, @ കൂടെ പ്ലസ് സിമ്പിൾ യൂസ് ചെയ്യണം. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. എന്താണ്, യൂണീക്ലി ഐഡൻറ്റിഫൈ ഈച്ച് വ്യൂ can use to reference the object from your app code such as read and manipulate the object. ഓക്കെ, അപ്പോൾ നമ്മൾ യൂണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഈ ID എന്ന് പറഞ്ഞിട്ടുള്ള ആൻഡ്രോയിഡ് കോളൻ ID എന്ന് പറഞ്ഞിട്ടുള്ള നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ റിസോഴ്സ് നെയിം സെറ്റ് ചെയ്യുന്ന സമയത്ത് @+ID/ ഇപ്പം ടെക്സ്റ്റ് വ്യൂവിന് നമ്മളൊരു യൂണീക്ക് നെയിം അവിടെ സെറ്റ് ചെയ്തു. ഓക്കെ, മനസ്സിലായല്ലോ? അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ദെൻ ഇത് ഞാൻ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. ഡിസൈനിങ് യുവർ യൂസർ ഇൻ്റർഫേസ് യൂസിങ് വ്യൂസ്. അപ്പം എന്താണ് എ വ്യൂ എന്ന് പറയുന്നത്, നമ്മളിത് ഓൾറെഡി പറഞ്ഞതാണ്. എ വ്യൂ ഈസ് ആൻ ഓബ്ജെക്റ്റ് ദാറ്റ് ഡ്രോസ് സംതിങ് ഓൺ ദി സ്ക്രീൻ ദാറ്റ് യൂസർ ക്യാൻ ഇൻട്രാക്ട്. യൂസറെ ഇൻട്രാക്ട് ചെയ്യുന്നതാണ്. നമ്മൾ ആ ഒരു സ്ക്രീനിൽ ഇൻട്രാക്ട് ചെയ്യുന്ന ആ ഒരു ഒബ്ജക്ട്സിനെയാണ് നമ്മൾ വ്യൂ എന്ന് പറയുന്നത്. വ്യൂ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കണ്ടെയ്നർ. Okay, is an object that holds other view objects in order to define the layout of user interface. Okay, നമ്മളെ ഗ്രിഡ് ലേഔട്ട്, റിലേറ്റീവ് ലേഔട്ട്, ടേബിൾ ലേഔട്ട് അതൊക്കെ വ്യൂ ഗ്രൂപ്പാണ്. ബേസിക് വ്യൂ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, എഡിറ്റ് ടെക്സ്റ്റ്, ടെക്സ്റ്റ് വ്യൂ, ബട്ടൺ, ഇതൊക്കെയാണ്. ഓക്കെ, ദെൻ പിക്കർ വ്യൂസ്, നമ്മളെ ടൈം പിക്കർ, ഡേറ്റ് പിക്കർ, ദെൻ ലിസ്റ്റ് വ്യൂസ്, അതായത് ലിസ്റ്റ് വ്യൂ, സ്പിന്നർ വ്യൂ. ഓക്കെ, ലിസ്റ്റ് ഓഫ് ഐറ്റംസിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ലിസ്റ്റ് വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ദെൻ എപ്പോഴും നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഏറ്റവും ബേസ്, ഇപ്പം ജാവ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ജാവയിലെ ഏറ്റവും ബേസ് ക്ലാസ് എന്ന് പറയുന്ന ഏതാണ്, ഒബ്ജക്റ്റാണ്. ഈ ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ബേസ് ക്ലാസ് എന്നാണ് ബാക്കി എല്ലാ ക്ലാസ്സും എന്ത് ചെയ്തിരിക്കുന്നത്, ഡിറൈവ് ചെയ്തിരിക്കുന്നത്. ഇൻ്റർവ്യൂവിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഈസ് ദി ബേസ് ക്ലാസ് ഓഫ് ജാവ.
ഓക്കെ, ഇപ്പോൾ ജാവയുടെ ബേസ് ക്ലാസ് എന്ന് പറയുന്നത് ഏതാണ്? ഒബ്ജക്റ്റാണ്. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്, ഒബ്ജക്റ്റാണ് ബേസ് ക്ലാസ്. അതിൽ നിന്നാണ് ബാക്കി എല്ലാ ക്ലാസ്സുകളും, ഇപ്പം വ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ് എല്ലാം ഡിറൈവ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, വ്യൂ ക്ലാസ് റെപ്രസെൻറ്റ് ദി ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഫോർ യൂസർ ഇൻ്റർഫേസ് കമ്പോണൻറ്റ്സ്. A view occupies rectangular area on the screen and is responsible for drawing and event handling. Okay, then text view, button, text field, etc. Okay, then നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവം എന്താണ്? റെപ്രസെൻറ്റിംഗ് ഐ ഡി ഓഫ് വ്യൂ. വ്യൂവിൻ്റെ ഐ ഡി റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? @ യൂസ് ചെയ്യണം. ഓക്കെ, this is required when you are referring to any resource objects from XML. ഓക്കെ, XML നമ്മൾ എന്തെങ്കിലും റിസോഴ്സ് റെഫർ ചെയ്യുന്ന സമയത്താണ് നമ്മൾ @ യൂസ് ചെയ്യുന്നത്. കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ എന്ത് റിസോഴ്സും എന്താണ് ചെയ്യുന്ന സമയത്ത്, നമ്മളുടെ ആൻഡ്രോയിഡിൽ യൂസ് ചെയ്യുന്ന സമയത്ത് അത് r.java എന്ന് പറഞ്ഞ ഫയലിൽ പോയിട്ട് എന്താവുന്നുണ്ട്? ഒരു ഇൻറ്റിജർ വാല്യൂ ആയിട്ട് ഒരു ID അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ടെക്സ്റ്റ് വ്യൂ, ഇപ്പോൾ നമ്മളൊരു ടെക്സ്റ്റ് വ്യൂ റെപ്രസെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ടെക്സ്റ്റ് വ്യൂ നെയിം അതെന്ന് പറയുന്നത് ഒരു യൂണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ്. അത് ഈ r.java ഫയലിൽ പോയിട്ട് എന്താവുന്നുണ്ട്? സേവ് ആവുന്നുണ്ട്. ഓക്കെ, ഒരു ഇൻറ്റിജർ വാല്യൂ ആയിട്ട്. അപ്പോൾ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന സമയത്ത്, അപ്പോൾ വ്യൂ എന്ന് പറഞ്ഞ റിസോഴ്സ് ഏതും റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? Android:ID =ഡബിൾ കോഡ്സിൻ്റെ @ എന്താണ്? @+ID എന്താണോ നമ്മളുടെ വ്യൂ നെയിം. ഫോർ എക്സാമ്പിൾ ഇവിടെ ടെക്സ്റ്റ് വ്യൂ നെയിം. ഓക്കെ, ദെൻ +sign is necessary only when specifying new resource ID and not need for concrete resources such as strings or layouts. ഓക്കെ, അപ്പോൾ നമ്മളുടെ കോൺക്രീറ്റ് ആയിട്ടുള്ള റിസോഴ്സസ്, അതായത് സ്റ്റൈൽസ്, അതേപോലെ കളേഴ്സ്, ഇങ്ങനത്തെ കോൺക്രീറ്റ് ആയിട്ടുള്ള റിസോഴ്സുകളിലൊന്നും ആൻഡ്രോയിഡിൽ ഓൾറെഡി ഉള്ള ആ ഒരു @ വേണ്ട. ഓക്കെ, ബട്ട് വ്യൂ ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് +, വേണം. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ആഡിങ് സ്റ്റൈൽസ് ആൻഡ് തീംസ് ആണ്. ഈ ആഡിങ് സ്റ്റൈൽസ് ആൻഡ് തീംസ് എന്ന് പറയുന്നത് നമ്മളുടെ 3rd മൊഡ്യൂളിലാണ് ഈ സ്റ്റൈൽസ് ആൻഡ് തീംസ് പറയുന്നത്. ഓക്കെ, ബട്ട് ഞാനത് നമ്മളുടെ റിസോഴ്സും കാര്യങ്ങളൊക്കെ, ഇപ്പോൾ സ്ട്രിങ് റിസോഴ്സസ് എങ്ങനെ ആക്സസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഇവിടെ പറയുന്നതാണ് നല്ലതെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാനത് ഇപ്പം ഇവിടെ പറയുന്നത്. സ്റ്റൈൽസ് ആൻഡ് ദെൻ ആഡിങ് സ്റ്റൈൽസ് ആൻഡ് തീംസ്. Styles and themes on Android allow you to separate the details of your app design from UI structure and behavior, similar to style sheets in web design. ഓക്കെ, നിങ്ങൾ കാസ്കേഡ് CSS പഠിച്ചിട്ടുണ്ട്, കാസ്കേഡ് സ്റ്റൈൽ ഷീറ്റ് പഠിച്ചിട്ടുണ്ട്. എന്താണ് CSS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഡിസൈൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ യൂസർ ഇൻ്റർഫേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ CSS യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ സെപ്പറേറ്റ് ഫയലായിട്ട് CSS ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്തണം. ഇപ്പോൾ ഒരു ടെക്സ്റ്റ് ബോക്സ് ഉണ്ട്, അപ്പോൾ ഒരു 3-4 ടെക്സ്റ്റ് ബോക്സ് ഉണ്ട്. അപ്പോൾ ആ ടെക്സ്റ്റ് ബോക്സിന് ഇത്ര എന്താണ് എന്തെങ്കിലും ഒരു സ്റ്റൈല് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്താണ് ഇപ്പം HTML ഫയലിൽ തന്നെ ചെയ്യുന്ന സമയത്ത് എന്താണ് ഇപ്പോൾ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ ആ 5 ടെക്സ്റ്റ് ബോക്സിലും കയറി നമ്മൾ എന്ത് ചെയ്യണം? ചേഞ്ചസ് വരുത്തണം. അതേസമയം ഒരു CSS ഫയലാണെങ്കിൽ അവിടെ ഒരു സ്ഥലത്ത് മാത്രം എന്താണ് ആ ഫയലിൽ മാത്രം ചേഞ്ച് വരുത്തിയാൽ മതി. ബാക്കി എല്ലാ ടെക്സ്റ്റ് ബോക്സിലേക്കും അത് എന്ത് ചെയ്യാൻ പറ്റും? റിഫ്ലക്റ്റ് ചെയ്യും. ഓക്കെ, അതേ പർപ്പസിന് വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? സ്റ്റൈലും തീംസും യൂസ് ചെയ്യുന്നത്. അതാണ് ഇവിടെ പറയുന്നത്, allow you to separate the details of your application design from UI structure. ഓക്കെ, അപ്പം ഇവിടെ ഫോർ എക്സാമ്പിൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ സ്റ്റൈല് നമ്മൾ അങ്ങനെയൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല. എനിക്കൊരു ടെക്സ്റ്റ് വ്യൂ ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ടെക്സ്റ്റ് വ്യൂവിൽ ഞാൻ ഡയറക്റ്റായിട്ട് എന്ത് കൊടുത്തു? ടെക്സ്റ്റ് കളർ കൊടുത്തു. ഓക്കെ, ഒരു കളർ സെറ്റ് ചെയ്തു, Android:text color. ഇത് ഞാനൊരു ടെക്സ്റ്റ് സൈസ് കൊടുത്തു, Android:text size 15 pt. ഓക്കെ, ദെൻ Android:text all caps true, ക്യാപിറ്റലൈസ്. ഓക്കെ, നമ്മളിപ്പം എല്ലാ ക്യാപിറ്റൽ ലെറ്റർ വരണം. അപ്പോൾ നമ്മൾ ക്യാപിറ്റലൈസ് ട്രൂ കൊടുത്തു.
ദെൻ ടെക്സ്റ്റ് സ്റ്റൈൽ എന്ന് പറയുന്നത് ബോൾഡ്, ഇറ്റാലിക്, നോം എങ്ങനെ ആണുള്ളത്. നോം എന്ന് പറഞ്ഞാൽ നോർമൽ, പിന്നെ ബോൾഡ്, ഇറ്റാലിക്. ഇപ്പം ഞാനവിടെ ടെക്സ്റ്റ് സ്റ്റൈൽ എന്ത് സെറ്റ് ചെയ്തു, ബോൾഡ് സെറ്റ് ചെയ്തു. ഓക്കെ, അതേമാതിരി ഫോണ്ട് ഫാമിലി അറിയാലോ, ടൈംസ് ന്യൂ റോമൻ എന്താണെന്ന് വെച്ചാൽ അത് ഞാൻ സാൻ എസ് സീരീഫ് കൊടുത്തു. ഓക്കെ, ദെൻ അടുത്തത് എന്താണ്, ആൻഡ്രോയിഡ് കോളൻ സെൻട്രൽ വെർട്ടിക്കൽ എന്ന് പറയുന്നത് ട്രൂ കൊടുത്തു. ഓക്കെ, അത് സെൻട്രൽ വെർട്ടിക്കലും ഉണ്ട്, ഹൊറിസോണ്ടലും ഉണ്ട്, അലൈൻമെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇതൊരു ടെക്സ്റ്റ് വ്യൂവിൻ്റെ കാര്യം. ഓക്കെ, ദെൻ എനിക്ക് ഇങ്ങനത്തെ 10 ടെക്സ്റ്റ് വ്യൂ ഉണ്ട്. ഓക്കെ, ഇപ്പം നമ്മളൊരു ഫോമൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ്, ഒരേ കാര്യങ്ങൾ തന്നെയാണ്, ഒരേ രീതിയിൽ വേണം ആ യൂസർക്ക് അട്രാക്റ്റീവായിട്ട് തോന്നണമെങ്കിൽ ഒരേ സ്ട്രക്ചർ ആയിരിക്കണം നമ്മൾ ആ എല്ലാത്തിനും കൊടുക്കേണ്ടി വരിക. ഓക്കെ, അപ്പോൾ ഒരു 10 ടെക്സ്റ്റ് വ്യൂ ഉണ്ടെങ്കിൽ ഈ 10 ടെക്സ്റ്റ് വ്യൂവിനും ഞാൻ ഇതേ സംഭവം ഇങ്ങനെ സെറ്റ് ചെയ്യണ്ടേ, വേണ്ടേ? അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഇപ്പം എനിക്ക് പെട്ടെന്ന് അതിൻ്റെ ഒരു കളർ ചേഞ്ച് ചെയ്യണം. അപ്പം ഞാൻ ഈ 10 20 എത്ര ടെക്സ്റ്റ് വ്യൂ ആണുള്ളതെങ്കിൽ അത്രയും ടെക്സ്റ്റ് വ്യൂവിന് ഞാൻ ആ കളറ് ചേഞ്ച് ചെയ്ത് കൊടുക്കണം. അപ്പം ഇതിന് ഈസി ആയിട്ട് ചെയ്യേണ്ട ഒരു മെത്തേഡാണ് എന്തെന്ന് പറയുന്നത്, സ്റ്റൈല് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ഇൻ ദി പ്രീവിയസ് മെത്തേഡ് വി നീഡ് ടു ഡിഫൈൻ അട്രിബ്യൂട്ട്സ് ഫോർ എവറി വ്യൂ സെപ്പറേറ്റ്ലി വിച്ച് ഈസ് നോട്ട് ഗുഡ് ഫോർ സോഴ്സ് കോഡ് മെയിൻ്റനൻസ് പോയിൻ്റ് ഓഫ് വ്യൂ. ഓക്കെ, അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ നേരത്തെ പറഞ്ഞ രീതിയിൽ ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്യുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലതല്ല. ഓക്കെ, കാരണം സോഴ്സ് കോഡ് മെയിൻ്റനൻസിന് പ്രശ്നം വരും. അതായത് ഇപ്പം നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ ഈ 10-20 ടെക്സ്റ്റ് വ്യൂ ഉണ്ടെങ്കിൽ ആ 10-20 ടെക്സ്റ്റ് വ്യൂവിലും നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പോഴാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഈ സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു സ്ഥലത്ത് നമ്മൾ സെറ്റ് ചെയ്യും, ഈ സ്റ്റൈൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു റിസോഴ്സസിൽ നമ്മൾ സെറ്റ് ചെയ്യും. നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണോ വേണ്ടതെന്നുള്ളത് സെറ്റ് ചെയ്യും. അതിനുശേഷം എന്താണ്, ആ റിസോഴ്സിന് നമ്മളിപ്പോൾ സ്ട്രിംഗ് റിസോഴ്സൊക്കെ കോൾ ചെയ്ത പോലെ തന്നെ എല്ലാ ടെക്സ്റ്റ് വ്യൂയിലേക്കും കോൾ ചെയ്ത് കൊടുക്കും. മനസ്സിലായല്ലോ? അതാണ് ഇവിടെ പറയുന്നത്. എ സ്റ്റൈൽ ഈസ് എ കളക്ഷൻ ഓഫ് അട്രിബ്യൂട്ട് ദാറ്റ് സ്പെസിഫൈ ദി അപ്പിയറൻസ് ഓഫ് എ സിംഗിൾ വ്യൂ. ഓക്കെ, അത് മനസ്സിലായോ? ഓക്കെ, അതായത് നമ്മൾ ഇപ്പോൾ നമുക്കൊരു 5 ടെക്സ്റ്റ് വ്യൂ ഉണ്ടെങ്കിൽ, ഓക്കെ, ഇപ്പോൾ ഒരു 5 ടെക്സ്റ്റ് വ്യൂ ഉണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു 3 എണ്ണത്തിന് മാത്രം സെറ്റ് ചെയ്താൽ മതി, ഈ ഒരു ടെക്സ്റ്റ് വ്യൂവിന് സെറ്റ് ചെയ്യണ്ട. ഓക്കെ, അങ്ങനെയാവുന്ന സമയത്ത് ഈ 3 എണ്ണത്തിനും ഞാൻ ഈ സ്റ്റൈൽ അപ്ലൈ ചെയ്താൽ മതി. മനസ്സിലായില്ലേ? നാലാമത്തതിന് വേണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കുക. അതാണ് സിംഗിൾ വ്യൂ. അപ്പോൾ ഓരോ വ്യൂവിനും നമുക്കത് ആ സ്റ്റൈൽ സെറ്റ് ചെയ്യാം. പക്ഷേ തീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്കൊരു വ്യൂ ഒരു ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ ആ ആക്ടിവിറ്റി മൊത്തമായിട്ട് നമുക്ക് എന്തെങ്കിലും അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതാണ് തീം എന്ന് പറയുന്നത്. തീം നെക്സ്റ്റ് പറയുന്നുണ്ട്, അപ്പോൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പം സ്റ്റൈലും ശ്രദ്ധിക്കുക. അപ്പം എവിടെയാണ് styles.xml, ഇത് നമ്മൾ റിസോഴ്സസ് പറഞ്ഞ സമയത്ത് പറഞ്ഞു പോയതാണ്. styles.xml റിസൈഡ്സ് അണ്ടർ എവിടെയാണ്, res values styles.xml എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫയലുണ്ട്. ഓക്കെ, വി ക്യാൻ ഡിഫൈൻ മൾട്ടിപ്പിൾ സ്റ്റൈൽസ് per file യൂസിങ് സ്റ്റൈൽ ടാഗ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ഈച്ച് സ്റ്റൈൽ വിൽ ഹാവ് ഇറ്റ്സ് നെയിം ദാറ്റ് യൂണിക്ലി ഐഡൻറ്റിഫൈസ് ദി സ്റ്റൈൽ. ഓക്കെ, അപ്പോൾ നമ്മൾ സ്ട്രിംഗ് റിസോഴ്സിൽ ഒരു നെയിം കൊടുത്ത പോലെ തന്നെ സ്റ്റൈലിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു സ്റ്റൈൽ ടാഗ് കൊടുക്കും. styles.xml ഫയലുണ്ട്, അതിൽ നമ്മൾ ഒരു സ്റ്റൈൽ ടാഗ് കൊടുക്കും. ദെൻ അതിനൊരു നെയിമും കൊടുക്കും, യൂണിക്ലി ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടത്, അതൊക്കെ ഓരോന്നായിട്ട് എന്ത് ചെയ്യുക, ഐറ്റം എന്ന് പറഞ്ഞിട്ടുള്ള ടാഗിൻ്റെ ഉള്ളിലാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ, അപ്പം നമ്മളുടെ റിസോഴ്സ് ഉള്ളത് എവിടെയാണ്, ഈ സ്റ്റൈൽസ് എന്ന് പറയുന്നത് എവിടെയാണുള്ളത്, റിസോഴ്സസിൽ വാല്യൂസിൽ styles.xml എന്ന് പറഞ്ഞിട്ടുള്ള ഫയൽസ്. ഓക്കെ, അപ്പം ആഡിങ് സ്റ്റൈൽസ് ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ സ്ട്രിംഗ് റിസോഴ്സ് കൊടുത്ത പോലെ തന്നെ സ്റ്റൈൽ ടാഗിൻ്റെ ഉള്ളിൽ എന്ത് കൊടുത്തു, ഒരു നെയിം. ഓക്കെ, ഫോർ എക്സാമ്പിളാണ് styles.xml ഫയൽ ഓപ്പൺ ചെയ്യുക, അതിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക, ഒരു സ്റ്റൈൽ ടാഗ് കൊടുക്കുക. ദെൻ ഞാനൊരു നെയിം കൊടുത്തു, കസ്റ്റം ഫോണ്ട് സ്റ്റൈൽ. ഓക്കെ, ദെൻ ഐറ്റം നെയിം എന്താണ്, ഫസ്റ്റത്തെ ഐറ്റം ആൻഡ്രോയിഡ് ലേഔട്ട് വിഡ്ത്ത്.
ഓക്കെ, റാപ്പ് കണ്ടൻറ്റ് കൊടുത്തു. ഐറ്റം നെയിം, ആൻഡ്രോയിഡ് ലേഔട്ട് ഹൈറ്റ്, അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് റാപ്പ് കണ്ടൻറ്റ് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ നമ്മൾ അവിടെ സെറ്റ് ചെയ്ത എല്ലാ കാര്യങ്ങളും, ഐറ്റം നെയിം, ടെക്സ്റ്റ് ഓൾ ക്യാപ്സ് ട്രൂ, ഓക്കെ. ദെൻ ടെക്സ്റ്റ് സ്റ്റൈല്, ബോൾഡ്, ഫോൺ ഫാമിലി എന്താണോ അത് സെറ്റ് ചെയ്തു. ടെക്സ്റ്റ് സൈസ്, ടെക്സ്റ്റ് കളറ്, ദെൻ എന്താണ് ആൻഡ്രോയിഡ് കോളൻ ലേഔട്ട്, സെൻട്രൽ വെർട്ടിക്കൽ ട്രൂ, ഇതെല്ലാം ഒരു സ്ഥലത്ത് സെറ്റ് ചെയ്തു. ഓക്കെ, ദെൻ നമുക്ക് എവിടേക്കാണോ ആവശ്യം, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എനിക്കൊരു ഈ ഒരു ടെക്സ്റ്റ് വ്യൂവിലേക്ക് ഇതിന് ആവശ്യമുണ്ട്. സോ എന്താണ്, സ്റ്റൈൽ ഈസ് ഈക്വൽ ടു @ സ്റ്റൈൽ വാട്ട് കസ്റ്റം ഫോൺ സ്റ്റൈൽ. മനസ്സിലായല്ലോ? ഓക്കെ, ഇത് നമ്മളുടെ XML ഫയലിൽ ഇങ്ങനെ ആക്സസ് ചെയ്യുക, നമ്മളെ സ്ട്രിംഗ് റിസോഴ്സ് ആക്സസ് ചെയ്ത പോലെ തന്നെ. ഓക്കെ, ഇപ്പോൾ 20 ടെക്സ്റ്റ് വ്യൂ ഉണ്ടെങ്കിൽ ആ 20 ടെക്സ്റ്റ് വ്യൂവിലും നമുക്ക് ഇങ്ങനെ ഓരോന്ന് സെറ്റ് ചെയ്യുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ സ്റ്റൈലിനെ ഇങ്ങോട്ട് ആക്സസ് ചെയ്താൽ മതി. മനസ്സിലായല്ലോ? അതാണ് എന്ത് സ്റ്റൈൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് തീമാണ്. എന്താണ് തീം? അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. ഓക്കെ.